ബാങ്കിങ് അവയർനെസ്സിലെ ഇന്നത്തെ ടോപ്പിക് നോമിനേഷൻസ്. ഇപ്പോൾ നമുക്കെല്ലാം അറിയാവുന്നൊരു കാര്യമാണ്. ബാങ്കിലെ ഒരു അക്കൗണ്ട് തുടങ്ങിയാൽ ഒരു നോമിനിയെ വയ്ക്കാം, എന്നുവെച്ചാൽ ഒരു അവകാശി വയ്ക്കാം. ഞാൻ ഒരു സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് തുടങ്ങി, 10,000 രൂപ ഇട്ടു. അപ്പോൾ എനിക്കതിന് എൻ്റെ കാലശേഷം ആ തുക എന്തെങ്കിലും എക്സ് എന്നുള്ള ആളിന് അദ്ദേഹത്തിൻ്റെ മരണം സമയത്ത് മരിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അതിന് അനന്തരാവകാശം കിട്ടും. അപ്പോൾ ബാങ്കിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു എക്സ് എന്നുള്ള ആൾ വൈയെ നോമിനേറ്റ്, വൈഫ് വൈ എന്ന് വയ്ക്കും. വൈയെ നോമിനിയായി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എന്താണ് അനന്തരാവകാശിയുടെ ആ എമൗണ്ട് അവർക്ക് മാത്രമേ കിട്ടത്തുള്ളൂ. അപ്പോൾ അവർ ആൾറെഡി അക്കൗണ്ട് ഓപ്പണിംഗ് ഫോമിൽ അങ്ങനെ സൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏത് അക്കൗണ്ടിനും ഡെപ്പോസിറ്റ് അക്കൗണ്ടിനും ഒരു നോമിനി ഉണ്ട്. അത് ഡെപ്പോസിറ്റ് ആയാലും ശരി ലോക്കറായാലും ഒക്കെ നോമിനി ഉണ്ട്. ആ നോമിനിക്ക് മാത്രമേ അതിൻ്റെ അനന്തരാവകാശം കിട്ടുകയുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് നിയമം പറയുന്നത്. അല്ല ചുമ്മാ വേറെ അയാളുടെ ബന്ധുക്കൾക്കോ മക്കളോ അങ്ങനെയൊന്നും അല്ല. ആരാണോ നോമിനിയായിട്ട് വെച്ചിരിക്കുന്നത് അവർക്കാണ് അതിൻ്റെ ഇത് കിട്ടുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒരു അക്കൗണ്ട് ഇപ്പോൾ നമ്മൾ എന്താണ് ഒരു അക്കൗണ്ട് തുടങ്ങിയാൽ ഒരു നോമിനി ഉണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ ഇപ്പോൾ സംഭവിച്ചത് 2025 നവംബറിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒരു പുതിയ ഇത് കൊണ്ടുവന്നു. സെൻട്രൽ ഗവൺമെൻറ് ഇൻസ്ട്രക്ഷനോടുകൂടി ഒരാൾക്ക് 4 നോമിനി വരെ വയ്ക്കാം. ഞാൻ അക്കൗണ്ട് ഹോൾഡർ ക്യാൻ നോമിനേറ്റ് അപ് ടു 4 പീപ്പിളാണ്. ഒരു അക്കൗണ്ടിൽ എക്സ് എന്നുള്ള ആളിന് എത്ര നോമിനി വയ്ക്കാം? ABCD അങ്ങനെ 4 പേരെ വയ്ക്കാം. 4 പേർക്കും ഈക്വൽ ഷെയർ ആയിട്ട് കിട്ടും. അത് അങ്ങനെ വയ്ക്കാം, 4 പേരെ വയ്ക്കാം. 4 പേര് വരെ നോമിനേഷൻ വയ്ക്കാം എന്ന് പറഞ്ഞിട്ട് ഒരാളിനെ മാത്രം വെച്ചുവിടുന്നൊന്നുമില്ല. ഇപ്പോൾ ജോൺ എന്നുള്ള ആളിന് വേണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ വൈഫായിട്ട് എലിസബത്തിനെ വയ്ക്കാം, അതൊക്കെ. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ 4 പേരെ നോമിനിയായിട്ട് വയ്ക്കാം. അപ്പോൾ 4 പേർക്കും ആ ഷെയർ ഈക്വലായിട്ട് പോകും. എന്നുവെച്ചാൽ വേണമെങ്കിൽ പെർസെൻറ്റേജ് ആയിട്ടും വയ്ക്കാം. എൻ്റെ വൈഫിന് 50%, മദറിന് 25%, എൻ്റെ മോന് 25%, അങ്ങനെയും വയ്ക്കാം. അപ്പോൾ ടോട്ടൽ എത്ര വരും? 50, 25, 100 വരും, 100. അപ്പോൾ അങ്ങനെ ഒരു പുതിയ ചേഞ്ച് November 25 വെച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ നോമിനേഷൻ റൂള് കറണ്ട് അക്കൗണ്ട്, ഈ ബിസിനസ് ട്രേഡിൽ ട്രിവാൻഡ്രത്താണെങ്കിൽ പോത്തീസ്, എറണാകുളത്താണെങ്കിൽ ജോസ് ടെക്സ്റ്റൈൽസ്, ചെന്നൈയിലാണെങ്കിൽ അങ്ങനത്തെ ഒരുപാട് എസ്റ്റാബ്ലിഷ്മെൻ്റ് ഉണ്ടല്ലോ. അപ്പോൾ അവർക്ക് കറണ്ട് അക്കൗണ്ടിന് അതിനും നോമിനേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അതിന് എലാബറേറ്റ് ആയിട്ട് പുതിയ സ്കീം വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ മൈനേഴ്സിന് മൈനർ നോമിനി, ജോൺ എന്ന് പറഞ്ഞ ആളിന് അയാളുടെ വൈഫിനല്ല വെച്ചത്, അയാൾ മൈനറാണ് വെച്ചത്. എൻ്റെ മോൻ 13 വയസ്സുള്ള മകനാണ് വെച്ചത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മരണശേഷം ആ നോമിനിക്ക് ആ ഫോമിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് വേറൊരാളെ അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ആ നോമിനി 13 വയസ്സല്ലേ, കുട്ടിയല്ലേ, ഒരു 14ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിൻ്റെ മരണം സംഭവിച്ചെന്ന് നോക്കി, മോന് 14. അപ്പോഴേക്കും ദാറ്റ് മൈനർ നോമിനി ക്യാൻ അപ്പോയിൻറ്റ് അനദർ പേഴ്സൺ. മൈനർ നോമിനി വേറൊരാളെ അപ്പോയിൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ദേ ക്യാൻ റിസീവ് ഫണ്ട്സ്. അപ്പോൾ ആ പൈസ അവർക്ക് കൊടുക്കുക, അല്ല മൈനർ പോയിട്ട് സ്കൂളിൽ നിന്ന് പോയിട്ട് അങ്ങനെ ചെയ്യണ്ട. അപ്പോൾ അതിൻ്റെ റെസ്പോൺസിബിളായിട്ട് പുള്ളി ചെയ്തോളും. അങ്ങനെയുണ്ട്. ഇത് വേറെ ഇതിനൊക്കെ ബാധകമാണ്. ബാങ്കിൽ ലോക്കർ എന്നൊക്കെ അറിയാമായിരിക്കും എല്ലാവർക്കും. ലോക്കർ ഗോൾഡും ഇപ്പോഴത്തെ ഗോൾഡിൻ്റെ വിലയൊക്കെ അറിയാമല്ലോ. ഇപ്പോൾ റീസെൻ്റായിട്ട് ഇപ്പോൾ 1 lakh, 1,10,000, 1,15,000, 1,20,000 അങ്ങനെയാണ് പോകുന്നത്. ഭയങ്കര ഹൈ. അത് എങ്ങനെ പോയി നിൽക്കും എന്നൊന്നും അറിയില്ല. അത് US എക്കണോമിയുടെയൊക്കെ ഇമ്പാക്റ്റ് ആയിരിക്കാം. അത് വല്ലാത്ത രീതിയിൽ പോകാം. പിന്നെ വേറൊരു പ്രഡിക്ഷൻ ആണെങ്കിൽ ഇതിൻ്റെ കൂടെ ചേർത്ത് പറയാം, ഇത് ഏതെങ്കിലും ഒരു സമയത്ത് ഇത് നേരെ റിവേഴ്സ് വരാനും വഴിയുണ്ട്. പെട്ടെന്നൊരു താഴോട്ട് പതിക്കാനും വഴിയുണ്ട്. 1 lakh ഇങ്ങനെ പോകുന്നത് ചിലപ്പോൾ താഴോട്ടും വരാം. അത് എക്കണോമിക് സിറ്റുവേഷൻ ചേഞ്ച് ചെയ്തതനുസരിച്ച് അത് മാറും. പിന്നെ അപ്പോൾ ബാങ്കിൽ എന്താണ് ലോക്കറിനുണ്ട്. പിന്നെ വേറൊരു സംഭവമുണ്ട്, സേഫ് കസ്റ്റഡി ഓഫ് ആർട്ടിക്കിൾസ്. ഗോൾഡ് മാത്രമല്ല, അങ്ങനത്തെ ഒരു വേറൊരു ഇതും കൂടെ അവിടെ ഉണ്ട്. അതവർ ബാങ്ക് സൂക്ഷിക്കുന്നത് സേഫ് കസ്റ്റഡി ഓഫ് ആർട്ടിക്കിൾസ്. ഇപ്പോൾ നമുക്കിപ്പോൾ ഡോക്യുമെൻ്റ് അങ്ങനത്തെ കാര്യങ്ങൾ പ്രത്യേകമായിട്ട് സൂക്ഷിക്കണമെങ്കിൽ അങ്ങനത്തെ ഒരു പ്രൊവിഷൻ കൂടി ഉണ്ട്. അതിനും നോമിനേഷൻ വയ്ക്കാം. ഈ നോമിനേഷൻ ബാങ്കിന് മാത്രമല്ല, ഇപ്പോൾ ഇൻഷുറൻസ് എടുത്ത ഒരാളിന് തന്നെ അതൊക്കെ അറിയാം. അത് വേറൊരു ടോപ്പിക്കാണ്, ഡീറ്റെയിൽ ആയിട്ട് അത് പിന്നെ സംസാരിക്കും. ഇൻഷുറൻസിനും നോമിനേഷൻ അവൈലബിൾ ആണ്. അപ്പോൾ ആ കാര്യങ്ങൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.